മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി. ചെയർമാൻ ഗിരിധറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് അണക്കെട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ജലനിരപ്പ് 130 അടി പിന്നിട്ട സാഹചര്യത്തിൽ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സമിതി വിലയിരുത്തി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ ഒരു സമിതി അവിടെ വന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും സൂചനകളുണ്ടോ എന്താണ് നിലവിലെ അവസ്ഥ എന്നതിനെക്കുറിച്ച്? കൃഷ്ണ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലവർഷാരംഭത്തിൽ നടത്തുന്ന സ്വാഭാവിക പരിശോധന മാത്രമാണ്, സാധാരണ പരിശോധന മാത്രമാണ് നടത്തിയതെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരിക്കുന്നത്. ജലനിരപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ 130 അടി പിന്നിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഈ പരിശോധനയിൽ ഉണ്ടായിരുന്നത്. അത് വിലയിരുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്പിൽവേയിലെ 3 ഷട്ടറുകൾ ഉയർത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഷട്ടർ ഉയർത്തിയുള്ള പരിശോധനയിൽ നടത്തിയത്. പരിശോധനയുടെ റിപ്പോർട്ട് മേൽനോട്ട സമിതിക്ക് നൽകുകയും ചെയ്യും. കേരളത്തെ പ്രതിനിധീകരിച്ച് പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം, ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തമിഴ്നാടിന്റെ പ്രതിനിധികളും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. രാഹുൽ, അവിടെ ഇപ്പോൾ മഴ എങ്ങനെയുണ്ട്? സാധാരണ ഇത്രയും ഈ ഉയരത്തിലേക്ക് ജലനിരപ്പ് വരുമ്പോൾ അവിടെ എന്താ പറയുക, വൃഷ്ടി പ്രദേശങ്ങളിലും മഴ വല്ലാതെ ഉണ്ടെങ്കിൽ വീണ്ടും വെള്ളം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ ദിവസങ്ങളിൽ മഴ കുറഞ്ഞു നിൽക്കുകയാണ്. സ്മിത, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായി പെയ്തിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് മഴ തീരെയില്ല. നല്ല വെയിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയില്ല. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട് അവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കായി ജൂൺ 1 മുതൽ വെള്ളം കൊണ്ടുപോയി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്കിനേക്കാൾ കൂടുതൽ വെള്ളം നിലവിൽ അവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ജലനിരപ്പ് ഇനി കൂടുതൽ ഉയരാൻ സാധ്യതയില്ല. മഴ കനത്താൽ മാത്രമേ 130 അടിയിൽ നിന്ന് ജലനിരപ്പ് കൂടുതൽ ഉയരാനുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം ജലനിരപ്പിൽ നേരിയൊരു കുറവുണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുകയായിരുന്നു രാഹുൽ വിജയൻ.